Hi friends, ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ടൊരു റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. വെജിറ്റേറിയൻസിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റോസ്റ്റ് ആണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് സോയ ചങ്ക്സ് കുതിർത്തിയെടുക്കാം. വേഗം കുതിർന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അരമണിക്കൂർ നമുക്കിത് ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് ഡബിൾ സൈസായി വരും. അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കാം. ഇത് റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അടുത്തതായി ഇതിലേക്ക് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. സോയ ചങ്ക്സിൻ്റെ എല്ലാ ഭാഗത്തും മസാല നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 3 ചുവന്നുള്ളി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ഇനി റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. രണ്ട് 3 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾ ഇതുവരെയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്